എല്ലാ കൂട്ടുകാർക്കും ജയശ്രീ ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു റെക്കമെൻഡഡ് വീഡിയോ ആണ്. ബ്ലൗസിൻ്റെ സ്ലീവിന് തുണി തികയാതെ വന്നാൽ അതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യാമെന്ന് ഒരാൾ ഡൗട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ അളവുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചുരിദാറിൻ്റെ സ്ലീവിലായാലും തുണി കുറവ് വന്നാൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. ബിഗിനേഴ്സിന് കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ അളവുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആം റൗണ്ട് 8.5 ഇഞ്ച്, സ്ലീവിൻ്റെ ഇറക്കം വന്നിട്ട് 7 ഇഞ്ച്, സ്ലീവ് ഓപ്പൺ 5 ഇഞ്ച്. അപ്പോൾ നമുക്ക് ഈ മെഷർമെൻറ്റൊക്കെ ഇവിടെ മാർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊരു ചെറിയൊരു പീസ് തുണിയാട്ടോ. നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു 7 ഇഞ്ചൊക്കെയാണ് നമുക്കിതിൻ്റെ വീതി വരുന്നത്. കണ്ടോ, ക്രോസ് ആയിട്ട് നോക്കുമ്പോഴും 7.5 ഇഞ്ചേ കിട്ടണുള്ളൂ. നമ്മുടെ സ്ലീവിൻ്റെ ആം റൗണ്ട് വരുന്നതെന്ന് വെച്ചാൽ 8.5 ഇഞ്ച് ഉണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും അടിഭാഗത്ത് ഞാനിവിടെ നമുക്ക് മടക്കി ഹെമ്മിങ് ചെയ്യാനായിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 1.5 ഇഞ്ചിൽ നിന്ന് നമ്മുടെ സ്ലീവിൻ്റെ ഇറക്കം 7 ഇഞ്ചാണ് വരുന്നത്. പ്ലസ് 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ചും 1 പോയിൻറ്റും ചേർത്ത് നമുക്ക് സ്ലീവിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ചിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ ഞാൻ അവിടെ ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ലൈൻ വരച്ച് കൊടുത്തു. ഇനി നമുക്ക് ക്യാപ്പ് ഹൈറ്റ് വേണം. സാധാരണ നമ്മൾ 3.5 ഇഞ്ചൊക്കെയാണ് ക്യാപ്പ് ഹൈറ്റ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 3.5 ഇഞ്ച് തന്നെ ക്യാപ്പ് ഹൈറ്റ് ഇവിടെ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3.5 ഇഞ്ച് ക്യാപ്പ് ഹൈറ്റ് മാർക്ക് ചെയ്തു. ഞാൻ അവിടെ നമുക്കൊരു ലൈൻ വരച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ലൈൻ വരച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വരച്ച് കൊടുത്തു. ഇനി നമുക്ക് സ്ലീവ് ഓപ്പൺ മാർക്ക് ചെയ്യാം. ഇവിടെ സ്ലീവ് ഓപ്പൺ വരുന്നത് 5 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങളുടെ സ്ലീവ് ഓപ്പൺ എത്രയാണോ അത് ഇവിടെ നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 5 ഇഞ്ച് കണ്ടോ, സ്ലീവ് ഓപ്പൺ നമുക്ക് വരുന്നത് 5 ഇഞ്ചാണ്. അത് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ മാർക്ക് ചെയ്യാം. നിങ്ങളപ്പോൾ ബ്ലൗസിൻ്റെ ബോഡി പാർട്ടിൽ എത്രയാണോ തയ്യൽ തുമ്പ് ചേർത്തേക്കുന്നത് അത്ര തന്നെ ഇവിടെയും മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ ക്രോസ് ആയിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കാൻ വേണമെങ്കിൽ ഈ 2 സൈഡിൽ ഞാൻ ക്രോസ് ആയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ നമ്മൾ വരച്ച് കൊടുത്തു. ഇനി നമുക്ക് ആം റൗണ്ട് മാർക്ക് ചെയ്യണം. ഈ കോർണറിൽ നിന്ന് ഈ ലൈനിലാണ് കറക്റ്റ്. ഈ ലൈനിൽ എവിടെയാണോ നമുക്ക് 8.5 ഇഞ്ച് ആം റൗണ്ട് വരുന്നത് അവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. പക്ഷേ നമുക്കിവിടെ തുണി തികയില്ല. അപ്പോൾ ഞാനൊരു എളുപ്പ വഴിയാണിപ്പോൾ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഇത് ഈസി ആയിരിക്കും. പിന്നെ നമുക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ഈ വശത്ത് കുറവുണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടി മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ നിങ്ങളുടെ കയ്യിലൊരു പേപ്പർ ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ന്യൂസ് പേപ്പർ ആയാലും കുഴപ്പമില്ല. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഞാൻ ഈ ലൈൻ ഒന്നുകൂടി നീട്ടി വരയ്ക്കുന്നുണ്ട്. നമ്മുടെ ആ ക്യാപ്പ് ഹൈറ്റിൻ്റെ ലൈൻ ഒന്നുകൂടി നീട്ടി വരയ്ക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇത് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, ഈ പേപ്പർ നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഭാഗത്തിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ വരയ്ക്കണ സമയത്തും അത് ഷേപ്പ് ചെയ്യുന്ന സമയത്തും അത് നീങ്ങിപ്പോവും. നിങ്ങൾക്ക് 1-2 സ്ഥലത്ത് കൂടി നീങ്ങിപ്പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ കുത്തി കൊടുക്കാം. അപ്പോൾ ഈ ക്യാപ്പ് ഹൈറ്റിൻ്റെ ഈ ലൈൻ ഞാൻ ഇതുപോലെ ഒന്ന് നീട്ടി വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം. അതുകൊണ്ടാണത് കണ്ടോ, ഇങ്ങനെ വയ്ക്കുമ്പോൾ നീങ്ങി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു പിന്നും കൂടി ഇവിടെ കുത്തി കൊടുക്കുക. അത് കഴിഞ്ഞത് ഈ കോർണറിൽ ടൈപ്പ് വെച്ചിട്ട് ഈ ലൈനിൽ 8.5 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ നമുക്ക് 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വെച്ചു. 8.5 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. അവിടെ ഞാൻ 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ സാധാ സ്ലീവിനെ എങ്ങനെയാണോ നമ്മൾ ഷേപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ.
അപ്പോൾ ഞാൻ ഇവിടേക്ക് ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ കറക്റ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഈ കോർണറിൽ നിന്ന് ഇവിടെ വെച്ചിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു. 8.5 ഇഞ്ചിലേക്ക് ഒരു ലൈൻ വരച്ച് കൊടുത്തു. കണ്ടോ, കറക്റ്റ് 8.5 ഇഞ്ചിലേക്ക് ലൈൻ വരച്ച് കൊടുത്തു. ഇനി ആ ലൈനിൽ നിന്ന് ഒരു 1.25 ഇഞ്ച്, 1.5 ഇഞ്ചോ 1.25 ഇഞ്ചോ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. കണ്ടോ, ഈ കോർണറിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ 1 ഇഞ്ചിൽ നിന്നാണ് നമ്മൾ ഷേപ്പ് വരയ്ക്കേണ്ടത്. 1 ഇഞ്ചിൽ നിന്ന് ഇതുപോലെ 1.25 ഇഞ്ചിലേക്ക് ഇതുപോലെ ഷേപ്പ് വരച്ച് കൊടുക്കുക. ചെറിയൊരു റാ ഷേപ്പ് ഇങ്ങനെ വരച്ച് കൊടുത്തു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അടിഭാഗത്തേക്ക് ചെറുതായിട്ടൊരു കർവ് കൊടുത്തിട്ട് ഇങ്ങനെ മുട്ടിക്കുക. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒന്ന് മുട്ടിച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് ഈ 8.5 ഇഞ്ചിൽ നിന്ന് നമ്മുടെ ആ സ്ലീവ് ഓപ്പൺ മാർക്ക് ചെയ്തല്ലോ, അവിടേക്ക് സ്കൈൽ വെച്ച് ക്രോസായിട്ട് ഇതുപോലൊരു ലൈൻ വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവ് ഓപ്പൺ എത്ര വരുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ ഷേപ്പിലൊക്കെ മാറ്റം ഉണ്ടാവും കേട്ടോ. നമുക്ക് കട്ട് ചെയ്യേണ്ട ഷേപ്പിലൊക്കെ മാറ്റം ഉണ്ടാവും. എല്ലാവർക്കും ഈ ഒരു ഷേപ്പ് തന്നെ കിട്ടണമെന്നില്ല. നമ്മുടെ ആം റൗണ്ട്, സ്ലീവ് ഓപ്പൺ അതനുസരിച്ചിട്ട് നമുക്ക്, പിന്നെ ആ തുണി എത്രയാണോ കുറവ് അതൊക്കെ അനുസരിച്ചിട്ട് ഈ ഷേപ്പിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്ലീവ് ഓപ്പൺ ഇവിടെ വരച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെയാണ് നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വരച്ചേക്കുന്നത്. അവിടെയും നമ്മൾ ഇതുപോലെ ക്രോസായിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. സാധാ സ്ലീവ് എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ. എക്സ്ട്രാ ഉള്ള ഭാഗം നമ്മൾ ആ പേപ്പറിൽ മാർക്ക് ചെയ്യണമെന്നുള്ളൂ. ആ തുണി കുറവുള്ള ഭാഗം നമ്മൾ പേപ്പറിൽ മാർക്ക് ചെയ്തെടുക്കണമെന്നുള്ളൂ. കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇവിടെ മാർക്ക് ചെയ്തത്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, 1.5 ഇഞ്ച് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. നമ്മൾ സാധാ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ബിഗിനേഴ്സിനൊക്കെ കുറച്ച് എളുപ്പമാവും. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈസി മെത്തേഡാണിത്. നമ്മൾ എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ ആ പേപ്പറിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യും. പിന്നെ ആ പേപ്പർ വെച്ച് തയ്യൽ തുമ്പ് ചേർത്ത് നമ്മൾക്ക് ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്താൽ മതി. അത്രയേ ഉള്ളൂ. സ്ലീവ് ഇവിടെ കട്ട് ചെയ്തു. ഇത് ബ്ലൗസിൻ്റെ സ്ലീവിന് മാത്രമല്ല കേട്ടോ, ചുരിദാറിൻ്റെയോ നൈറ്റിയുടെയോ സ്ലീവൊക്കെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തുണി തികയാതിരുന്നാൽ ഇതുപോലെ കട്ട് ചെയ്യാം. ബ്ലൗസിന് നമുക്ക് അറിയാലോ, വലിയ പീസൊന്നും വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കിട്ടില്ല. ഇവിടെ നമ്മളൊരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോഴാണ് നമുക്ക് കറക്റ്റ് അളവ് അറിയുള്ളൂ എത്ര തയ്യൽ തുമ്പ് ചേർക്കണമെന്ന്. അതിനെയാണ് ഞാനിവിടെ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക. കണ്ടല്ലോ, ഈ പിന്നൊന്ന് ഊരിയിട്ട് നമുക്കത് നോക്കാം. അപ്പോൾ ഇവിടെ ഇത്രയും ഭാഗം മതി നമുക്ക്. ഇത്രയൊരു ചെറിയൊരു പീസ് മതി നമുക്ക്. ബാക്കി നമുക്ക് തയ്യൽ തുമ്പ് കൂടി ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, തയ്യൽ തുമ്പ് നമുക്ക് അര ഇഞ്ചോ 1/4 ഇഞ്ചും 1 പോയിൻറ്റോ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ തയ്യൽ തുമ്പ് കൂടി അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ തുണിയിൽ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തയ്യൽ തുമ്പ് ചേർത്താലും കുഴപ്പമില്ല. നമുക്ക് വലിയ പീസ് വെച്ചിട്ട് ഇവിടെ വരച്ചെടുക്കാനായിട്ട് ബ്ലൗസൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് തുണി തികയില്ല, എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ പേപ്പറിൽ കട്ട് ചെയ്താൽ കുറച്ചും കൂടി എളുപ്പമാവും. ഇങ്ങനത്തെ പീസൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. കണ്ടോ, അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ വെച്ചിട്ട് നോക്കാം, ഇത് തികയുമെന്ന് നോക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ തുണിയുള്ള കാരണം കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയൊരു പീസ് എടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്യണേന്ന് ചെറിയ ചെറിയ പീസുകൾ ഇതുപോലെ ആ പേപ്പറിൻ്റെ ഷേപ്പിന് നോക്കിയിട്ടാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഡിസൈനുള്ള സ്ലീവൊക്കെ ആകുമ്പോൾ കണ്ടോ, ഇതുപോലെ കറക്റ്റ് ഡിസൈൻ വരുന്ന പോലെ നിങ്ങൾ വെച്ചിട്ട് കട്ട് ചെയ്യുക. പ്ലെയിൻ ആകുമ്പോൾ കുഴപ്പമില്ല. കണ്ടോ, ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നിങ്ങൾ കറക്റ്റ് ആ ഡിസൈൻ വരുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം.
അപ്പോൾ അതാ ഞാനിങ്ങനെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ആ പേപ്പർ വെച്ചിട്ട് ഇതിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇതാ കണ്ടോ, ഈ തയ്യൽ തുമ്പ് വരുന്ന ഭാഗം ഇതാ ഇതുപോലെ ഇങ്ങനെ നേരെ വയ്ക്കുക. കണ്ടോ, നേരെ വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്യുക. അപ്പോൾ തെറ്റിപ്പോവില്ല കേട്ടോ. ബിഗിനേഴ്സൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോവില്ല. അപ്പോൾ അത് ഞാൻ അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ വലിയ പീസൊന്നും വേണ്ടി വരില്ല ആ സ്ലീവിൽ അറ്റാച്ച് ചെയ്യാനായിട്ട്. ഇതാ ഇതുപോലെ കണ്ടോ, കറക്റ്റായിട്ട് വന്നത് കണ്ടോ. ഇങ്ങനത്തെ ചെറിയ പീസൊക്കെ നമുക്ക് വേണ്ടി വരുള്ളൂ. അതൊക്കെ നമുക്ക് ആ ബ്ലൗസിൽ കട്ട് ചെയ്ത ബാക്കി തുണിയിൽ നിന്ന് കിട്ടും. അതങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ. തയ്യൽ തുമ്പ് കൂടി ചേർക്കുമ്പോൾ നമുക്കത് കറക്റ്റ് ഷേപ്പിൽ കിട്ടും. നമുക്ക് ആ പീസ് കട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ രണ്ടായി മടക്കിയിട്ടാണ് ഈ പീസ് കട്ട് ചെയ്യണത് കേട്ടോ. നമുക്ക് 2 പീസ് വേണം, അതെല്ലാവരും ശ്രദ്ധിക്കുക. 2 പീസ് വേണം നമുക്ക്. അപ്പോൾ 2 പീസ് ഇട്ടിട്ട് നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് കട്ട് ചെയ്തു. ഇനി അത് 2 ആക്കാം. അപ്പോൾ അത് 2 പീസാക്കിയിട്ട് അതെങ്ങനെയാണ് നമ്മുടെ സ്ലീവിൽ അറ്റാച്ച് ചെയ്യുന്നതെന്നും കൂടി നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ 2 പീസാക്കിയിട്ട് നല്ലപ്പുറം ഒരുമിച്ച് വെച്ചിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നിവർത്തി വെച്ചു. അത് കഴിഞ്ഞ് നല്ലപ്പുറം കറക്റ്റാക്കിയിട്ട് വയ്ക്കുക. അത് കറക്റ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ലപ്പുറം നമ്മളിങ്ങനെ വെച്ച് കൊടുത്തു. നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തു. നമുക്കത് കറക്റ്റാക്കിയിട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അരികിലൂടെ ഒന്ന് പതിച്ചടിക്കുക. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. ഒന്ന് പതിച്ചടിക്കുക. ആ നഖം കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. നമുക്ക് ആ പതിച്ചടിക്കുന്നത് നല്ല നീറ്റായിട്ട് കിട്ടും. ഞാൻ എന്താ ഇതുപോലെ പതിച്ചടിച്ചു. ഇനി എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. ആ തയ്യൽ തുമ്പൊക്കെ നിൽക്കുന്നത് കട്ട് ചെയ്ത് ലെവലാക്കാം കേട്ടോ. ഇതുപോലെ തന്നെ അപ്പുറത്തെ പീസും ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈസിയാണ്, അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനെ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ എത്ര തുടക്കക്കാർക്കായാലും ഇത് എളുപ്പമാണ്. നമുക്ക് ചുരിദാറിനും ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ അപ്പുറത്തെ സൈഡ് കൂടി നിങ്ങൾ ഇതുപോലെ അറ്റാച്ച് ചെയ്യാം കേട്ടോ. ഇതുപോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. നല്ലപ്പുറം വെച്ചിട്ട് ആ പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ 2 പുറം സ്ലീവിൻ്റെ 2 ഭാഗവും ഇവിടെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നമുക്ക് അത് നീറ്റായിട്ട് കിട്ടും. അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എത്ര നല്ല ഫിനിഷിങ്ങിലാണ് നമ്മുടെ സ്ലീവ് കിട്ടിയേക്കണേന്ന്. കണ്ടോ, നല്ല ഫിനിഷിങ്ങിൽ നമ്മുടെ സ്ലീവ് വന്നിട്ടുണ്ട്. 2 സൈഡിൽ നമ്മൾ അവിടെ തുണി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നമുക്ക് നല്ല ഷേപ്പിൽ. ഇത് എല്ലാവർക്കും ഈ ഷേപ്പ് തന്നെ കിട്ടണമെന്നില്ല കേട്ടോ. നമ്മുടെ തുണിയിലെ വീതിയും ആ ഒരു സ്ലീവ് ഓപ്പണൊക്കെ അനുസരിച്ചിട്ട് വേറെ ഷേപ്പിലുള്ള പീസാവും നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ടി വരാം കേട്ടോ. ഇനി നമുക്കത് കഴിഞ്ഞിട്ട് വേണം നമുക്കിവിടെ കുഴിച്ച് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കൊരു വശം കുഴിച്ച് കട്ട് ചെയ്യാം. കണ്ടോ, ഇവിടെ നിന്ന് 1.5 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തു നിന്ന് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യുക. ഒട്ടും അറിയാത്തവർ വരച്ചിട്ട് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്ലീവ് കുഴിച്ച് വരയ്ക്കേണ്ടതെന്നൊക്കെയുള്ള സ്ലീവിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒട്ടും അറിയാത്തവർ നമ്മുടെ ചാനലിൽ പോയിട്ട് അതൊന്ന് കാണാം കേട്ടോ. അപ്പോൾ അതവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളാണ് ഇതിൽ എക്സ്ട്രാ പീസ് അറ്റാച്ച് ചെയ്യണത്. ഇവിടെ ഞാനൊരു നോച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കുഴിച്ച് വരച്ച ഭാഗം മാറിപ്പോകാതിരിക്കാനായിട്ട് ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കാം കേട്ടോ. ചെറിയൊരു
വച്ചിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.